വിചിത്രമായ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, മിത്തുകൾ എന്നിവയെല്ലാം തമിഴ്നാടിന്റെ ചോരയിലും ചരിത്രത്തിലും എന്നും കലർന്നുപോയവയാണ്. അത്തരത്തിലുള്ള ഒന്നാണ് കൂവാകം കൂത്താണ്ടവർ ഉത്സവം. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ ഒത്തുകൂടുന്ന, അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഉളന്തൂർപേട്ട താലൂക്കിലെ ഗ്രാമമായ കൂവാകത്താണ് ഈ ഉത്സവം നടക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളായ ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന കൂവാകത്തെ ഈ ഉത്സവം. ചിത്ര പൗർണമി നാളിൽ നടക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകളുടെ വിവാഹ ആഘോഷങ്ങളാണ് ഈ ചടങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത. മേടമാസത്തിലെ വെളുത്തവാവ് ദിനമാണ് ചിത്ര പൗർണമി എന്ന് അറിയപ്പെടുന്നത്. പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ചിത്രപൗർണമി ദിനത്തിലായതിനാൽ ചിത്രപൗർണമി ഉത്സവം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മഹാഭാരതവുമായും കുരുക്ഷേത്ര യുദ്ധവുമായും ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ഉത്സവത്തിന്റെ കാതൽ. പാണ്ഡവരിൽ മൂന്നാമനായ അർജുനന് നാഗസ്ത്രീയായ ഉലൂബിയിൽ പിറന്ന മകനാണ് കൂത്താണ്ടവർ എന്നറിയപ്പെടുന്ന ഇരവാൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനു മുൻപ് വിവാഹം കഴിക്കണമെന്ന് ഇരവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. യുദ്ധത്തിൽ മരിക്കുമെന്ന ഭയത്താൽ ഇരവാനെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരവാന്റെ ആഗ്രഹം സഫലമാക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ മോഹിനി രൂപം പൂണ്ട് ഇരവാനെ ഭർത്താവായി സ്വീകരിച്ചു. അങ്ങനെ തന്റെ ആഗ്രഹം പൂർത്തിയാക്കി മടങ്ങിയ ഇരവാൻ തൊട്ടടുത്ത ദിവസം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഇരവാന്റെ പത്നിമാരാകാനും അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് എല്ലാ വർഷവും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ കൂത്താണ്ടവർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. താലികെട്ടാണ് ഇതിലെ പ്രധാന ചടങ്ങ്. സുന്ദരികളായി എത്തുന്ന ട്രാൻസ്ജെൻഡറുകളുടെ കഴുത്തിൽ ക്ഷേത്രം പൂജാരി മഞ്ഞൾ താലിച്ചരട് ചാർത്തും. അതോടെ ഇരവാന്റെ വധുവായി അവർ സ്വയം സങ്കല്പിക്കും. ആ സന്തോഷത്തിന്റെ പ്രതീകമായാണ് ഒരു രാത്രി മുഴുവനുമുള്ള കുമ്മിയടിയും പാട്ടും നടക്കുന്നത്. ചിത്രപൗർണമി നാളിനോടടുപ്പിച്ച് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ 17ാം ദിവസമാണ് ഇത് നടക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തേരോട്ടത്തിന് ശേഷം താലിച്ചരടുകൾ മുറിച്ചെറിയുന്ന വികാരഭരിതമായ ചടങ്ങുകളാണ് നടക്കുക. നേരം പുലരുന്നതോടെ ആഘോഷം വിഷാദത്തിലേക്ക് വഴിമാറും. ചടങ്ങുകളുടെ അവസാന ദിവസമായ 18ാം ദിവസം ഇരവാൻ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മയിൽ വൈധവ്യം സ്വീകരിക്കുന്ന ഈ ട്രാൻസ് സ്ത്രീകളുടെ കഴുത്തിലെ താലിച്ചരടുകൾ പുരോഹിതന്മാർ തന്നെ കത്തികൊണ്ട് അറുത്തുമാറ്റും. യുദ്ധത്തിൽ മരിച്ച ഇരവാനെ ഓർത്ത് താലി കെട്ടിയവരെല്ലാം തേങ്ങും. തുടർന്ന് അവർ കൈകളിലെ കുപ്പിവളകൾ ഉടയ്ക്കുകയും കുങ്കുമം മായ്ച്ചു കളയുകയും നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയും ചെയ്യും. പിന്നാലെ കുളിച്ച് ഇരവാന്റെ വിധവയായി സങ്കല്പിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് ഇവർ പുറത്തുവരും. ഇതോടെയാണ് ഈ ചടങ്ങുകൾക്ക് അവസാനമാകുന്നത്. ഏപ്രിൽ 22-ാം തീയതി മുതൽ മെയ് 6-ാം തീയതി വരെയാണ് ഈ വർഷത്തെ ചിത്രപൗർണമി ആഘോഷങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ജെൻഡർ ആഘോഷം കൂടിയാണിത്. പിന്നിലുള്ള കഥ മിഥ്യയായാലും അല്ലെങ്കിലും ഈ ചടങ്ങ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ നമ്മുടെ സംസ്കാരത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണെന്നതിൽ സംശയമില്ല.